എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇവിടെ നാഗരികമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് അല്ലെങ്കിൽ സിറ്റി ഓറിയൻറ്റഡ് കാര്യങ്ങളാണ് സംസാരിക്കുക. അത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ളവർക്ക് ഇത് തുടർന്ന് കാണാം, അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് പൂർണ്ണമായിട്ടും ഒരു സമയനഷ്ടം മാത്രമായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തുറന്ന് കാണുക, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഇന്നത്തെ സബ്ജക്റ്റ് നഗരങ്ങൾ സൃഷ്ടിക്കുന്നത് നയങ്ങളാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ എപ്പോഴും ആൾക്കാർക്ക് ഈ നാഗരികതയെ പറ്റിയിട്ടും അർബനൈസേഷൻ, സിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാനോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നഗരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന മഹാനഗരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ധാരണയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അത്തരം ചില കാര്യങ്ങൾ കൃത്യമായി സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില കാര്യങ്ങൾ മലയാളികളുടെ ചില ചിന്താ രീതികൾ കണ്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ നഗരങ്ങൾ സൃഷ്ടിക്കുന്നത് നയങ്ങളാണ് എന്ന ഇന്നത്തെ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നഗരം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ആദ്യം പട്ടണങ്ങളായിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതിന് ആദ്യം എന്തൊക്കെ റീസൺ വേണം? ഒന്നുകിൽ ഒരു നദീതട സംസ്കാരത്തിലൂടെ ഉണ്ടാവും, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തുറമുഖങ്ങൾ, അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് തുറമുഖങ്ങളും അതുവഴി ട്രേഡും ഉണ്ടായിട്ട് അവിടെ പട്ടണങ്ങൾ രൂപപ്പെട്ടു വരാം. 3, ഭരണകേന്ദ്രങ്ങളായി പട്ടണങ്ങൾ രൂപപ്പെട്ടു വരാം. ഇപ്പം ലോകത്തെല്ലായിടത്തും ഭരണകേന്ദ്രങ്ങളായി പട്ടണങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊരു ടെമ്പിൾ സിറ്റിയും കൂടെ ആയിരിക്കാം. ചിലപ്പം ഒരു ടെമ്പിൾ സിറ്റി, അവിടെ ഭരണാധികാരി ഇരിക്കുന്നുണ്ടാവാം, അങ്ങനെയും ഡിറൈവ് ചെയ്ത് വരാം. അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് നഗരങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം പോലും അങ്ങനെ ഒരു എമർജ് ചെയ്ത സിറ്റിയാണ്. ഒരു ടെമ്പിളുണ്ട്, ഭരണാധികാരികളുണ്ട്, അങ്ങനെ വന്നതാണ്. അല്ലാതെ ട്രേഡോ അല്ലെന്നുണ്ടെങ്കിൽ വ്യവസായങ്ങളോ ഒന്നും ബേസ് ചെയ്തിട്ട് വന്നൊരു സ്ഥലമല്ല. ആദ്യകാലം മുതലേ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു തലസ്ഥാനമാണ്. അങ്ങനെ മറ്റൊരു തലസ്ഥാനം കൂടെ, അതാണ് ബംഗളൂരു എന്ന് പറയുന്നത്. ആദ്യം ചെറു പട്ടണമായിരുന്നു, പിന്നെ തണുപ്പുള്ളൊരു പ്രദേശമായതുകൊണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥലം. പക്ഷെ അത് ഇന്ന് കാണുന്ന രൂപത്തിൽ എങ്ങനെയായി? നഗരവും മഹാനഗരവുമായി സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അത് നയങ്ങളാണ്. അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. പക്ഷെ നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ ആധുനിക നഗരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട്. അത് ഉറപ്പായിട്ടും മനുഷ്യർ സൃഷ്ടിച്ചെടുത്തവ തന്നെയാണ്. സാധാരണമായി സൃഷ്ടിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. സൃഷ്ടിക്കപ്പെടുന്നതിനൊരു പരിധിയുണ്ട്. അതോടത്തെ ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. എന്നാൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയ നഗരങ്ങൾ എപ്പോഴും മനുഷ്യർ കൃത്യമായ പ്ലാനിങ്ങിലൂടെ സൃഷ്ടിച്ചെടുത്തവ തന്നെയാണ്. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിന് വേറൊരു റീസൺ കൂടിയുണ്ട്. കേരളത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ നഗരങ്ങൾ തമ്മിലുള്ള സോഷ്യൽ മീഡിയ വാറടക്കം വളരെ കാലങ്ങളായി, എനിക്കൊന്നൊരു 30 വർഷത്തിലേറെയായിട്ട് ഈ ഒരു സാധനം നിലനിൽപ്പുണ്ട്. സോഷ്യൽ മീഡിയ വന്ന ശേഷം കഴിഞ്ഞൊരു 10 വർഷത്തിലേറെയായിട്ട് ഇത് വളരെ ശക്തമായിട്ടുണ്ട്. അപ്പം ഈ നഗരങ്ങൾ, ഏതാണ് നഗരം, ഏതാണ് മേന്മയുള്ള നഗരം, ഏതാണ് സ്ഥലം, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഫൈറ്റുകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള ഈ കളിയാക്കലുകൾ നേരിടേണ്ടി വരും. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്കറിയാം, എൻ്റെ ചെറുപ്പകാലത്തൊരു 90s ഉണ്ടായിരുന്ന തിരുവനന്തപുരമല്ല, പിന്നെ 2000s ആയപ്പോൾ, അതല്ല പിന്നെ ഒരു 2010s ആയപ്പോൾ, ഇപ്പം വേറൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ്. അപ്പോൾ ഇടയ്ക്കൊരു സമയത്ത് അതിനൊരു സെറ്റ് ബാക്ക് ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു. അതായത് ഒരു വിധത്തിലും മുന്നിലോട്ട് കുതിക്കാത്ത ഒരു നഗരം എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ കണ്ടിട്ടുണ്ട്. കളിയാക്കുക, കണ്ടോ നിങ്ങളൊന്നും ആകുന്നില്ല, ഈ നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളെല്ലാം ആ സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഇത് വേറെ ആരുടെയും കയ്യിലല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇങ്ങനെ തുടങ്ങി ഇന്ത്യയിലെ ഏത് നഗരങ്ങളെടുത്താലും അതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അതെല്ലാം ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർന്നതിൻ്റെ പിന്നിൽ ഒരു നയവുമുണ്ട്. അതാത് സംസ്ഥാനങ്ങളുടെ ഭരണ നയങ്ങളിലാണിത് വളർന്നിരിക്കുന്നത്. അത് വിശദമായി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം ഒരു റെമിറ്റൻസ് മണി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ്. പണ്ട് കാലം മുതലേ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ മുന്നിലേക്ക് നയിച്ചിരിക്കുന്ന ഒരു സാമൂഹിക രീതി എന്ന് പറയുന്നത് ഈ റെമിറ്റൻസ് മണി ബേസ്ഡ് തന്നെയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിലുള്ളവർ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക്, വിദേശ രാജ്യങ്ങളാവാം, ഇന്ത്യയിൽ തന്നെ മറ്റേതെങ്കിലും നഗരങ്ങളാവാം, അവിടെ ജോലിക്ക് പോകുന്നു. അവിടെ നിന്നുള്ള പണം ആ പ്രദേശത്തേക്ക് എത്തും. ആ പ്രദേശത്തുള്ള ഫാമിലീസിന് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് ജീവിക്കാനുള്ള
പണം അവരുടെ കയ്യിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ ചെറിയ 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 പട്ടണങ്ങൾ രൂപീകരിച്ച് വരും. അപ്പോൾ കേരളം ഒരു ചെയിൻ ഓഫ് ടൗൺസ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ കേരളത്തിന് അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ വലിയ കുറച്ച് നഗരങ്ങൾ, അതായത് ഇന്ത്യയിലെ നഗരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ 2 Tier 2 സിറ്റീസും ബാക്കിയെല്ലാം Tier 3 സിറ്റീസും, അത് കഴിഞ്ഞ് ഒരുപാട് പട്ടണങ്ങൾ. ഈ പട്ടണങ്ങളുടെ എല്ലാം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഏകദേശം ഒന്നാണ്, നമുക്കറിയാം. നമ്മുടെ ഗ്രാമങ്ങളാണെങ്കിലും നാഗരിക സ്വഭാവമുള്ള ഗ്രാമങ്ങളാണ്. നഗരത്തിലുള്ളവരെ പോലെ തന്നെ കാര്യങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാനും ഒക്കെ ശേഷിയുള്ളവരുടെ ഗ്രാമങ്ങളാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, ഒരു പ്രധാന കാരണം ഇതാണ്: അതാത് സ്പോട്ടുകളിലേക്ക് കൺസ്യൂം ചെയ്യപ്പെടാനുള്ള പണം എത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏത് പ്രദേശത്താണെങ്കിലും ആ പ്രദേശത്തെല്ലാം അവിടെ സ്റ്റാൻഡ് അലോൺ ആയിട്ട് ആ ഫാമിലിക്ക് നിന്ന് സ്പെൻഡ് ചെയ്യാനുള്ള പണം ഉണ്ടായാണ് അവിടെ കൺസ്യൂമറിസം വളരുന്നത്. അതായത് നമ്മുടെ നഗരങ്ങളെല്ലാം കൺസ്യൂമർ ടൗണുകളാണ്. നിങ്ങൾ നോക്കിയാൽ ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളുള്ള ടൗണുകളാണ്. അല്ലാതെ തൊഴിൽ നൽകുന്ന ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് വന്ന് അതിന് ചുറ്റിനും കുറേ കടകളുണ്ടായി അല്ലെങ്കിൽ ഷോപ്പുകളുണ്ടായി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി വന്നതല്ല. അങ്ങനെ ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് അവിടേക്ക് ഒരു കൺസ്യൂമറിസം ഉണ്ടായി വരുന്നതിനുള്ള കാരണം ഈ റെമിറ്റൻസ് മണി വഴി വരുന്ന പർച്ചേസിങ് കപ്പാസിറ്റിയാണ്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളുടെ കാര്യം അങ്ങനെയല്ല. അവിടെ ലോകത്ത് നിയതമായി നിലനിൽക്കുന്ന നാഗരികത കേന്ദ്രീകൃതമായി ആ നഗരത്തിലുണ്ടാകുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലൂടെ പണം ഉണ്ടാക്കി മറ്റ് സ്ഥലങ്ങളെ വികസിപ്പിക്കുക എന്ന് പറയുന്നൊരു നയമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനെ സാധൂകരിക്കാൻ ഞാൻ ചില നഗരങ്ങളെ എടുത്ത് പറഞ്ഞുതരാം. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ സിറ്റിയാണ് ബാംഗ്ലൂർ അല്ലെങ്കിൽ ബംഗളൂരു. ഈ ബംഗളൂരു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക എന്ന് പറയുന്നൊരു വലിയ സംസ്ഥാനത്തിൻ്റെ ഒരറ്റത്ത് തമിഴ്നാടിൻ്റെ ബോർഡറിനോട് ചേർന്നാണ് ബംഗളൂരു എന്ന് പറയുന്ന പ്രദേശം. അവിടെ നിൽക്കുന്ന പല മലയാളികൾക്ക് പോലും ഇത് എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ലായിരിക്കും. സപ്പോസ് നിങ്ങൾ വിചാരിക്കുക മലയാളികളാണ് കർണാടക ഭരിക്കുന്നത്, കർണാടകയുടെ സ്റ്റേറ്റിൻ്റെ ഭരണം മലയാളികളുടെ കയ്യിലാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ബാംഗ്ലൂർ എന്ന് പറയുന്ന നഗരം ചിലപ്പോൾ തലസ്ഥാനമായിരിക്കാം, പക്ഷെ അതൊരു ചെറിയ നഗരമായി തന്നെ നിലനിർത്തിയേനെ. ചിലപ്പോൾ അത് വികസിപ്പിക്കില്ല. കാര്യം ഒരു പ്യുവർ മലയാളി ആറ്റിറ്റ്യൂഡാണത്. മലയാളികൾക്ക് അതിനോട് താല്പര്യമില്ലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനൊരു കോൺസെപ്റ്റ് മലയാളികളുടെ തലയിൽ പോകുന്നില്ല. പക്ഷേ ആക്ച്വലി ബാംഗ്ലൂർ ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ചരിത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളുണ്ടായപ്പോൾ അതിൻ്റെ തലസ്ഥാന നഗരങ്ങൾ ഫിക്സ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇന്ത്യക്ക് അത്രമാത്രം പണം പമ്പ് ചെയ്ത് പുതിയ പുതിയ ക്യാപിറ്റൽ സിറ്റീസ് ഉണ്ടാക്കാനോ ഒന്നുമുള്ള കഴിവുണ്ടായിരുന്നില്ല. ലൂട്ടഡ് ആയിട്ടുള്ളൊരു കൺട്രി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാത് സ്റ്റേറ്റുകളിലെ ഓൾറെഡി ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള നഗരങ്ങളെ അവർ തലസ്ഥാനമാക്കി. അങ്ങനെയാണ് കേരളത്തിൻ്റെ തലസ്ഥാനമായി തിരുവനന്തപുരം വരുന്നതും തമിഴ്നാടിൻ്റെ തലസ്ഥാനമായി ചെന്നൈ ആവുന്നതും കർണാടകയുടെ തലസ്ഥാനമായി ബംഗളൂരു ഉണ്ടാവുന്നതുമൊക്കെ. അന്നവിടെ മൈസൂരായിരുന്നു രാജഭരണം നിലനിന്നിരുന്ന ഒരു തലസ്ഥാനം. പക്ഷേ മൈസൂർ ഈ പറഞ്ഞ പോലെ ഒരു കൊട്ടാരവും കുറച്ച് ചുറ്റിനുമുള്ള പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ കൊളോണിയൽ കാലഘട്ടത്തിൽ അന്ന് ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ടിയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് സ്ഥാപിച്ച ഒരു നഗരമാണ് ബാംഗ്ലൂർ. കാരണം ബാംഗ്ലൂരിൻ്റെ കാലാവസ്ഥ തണുപ്പ് നിറഞ്ഞായിരുന്നു. അവർക്ക് കുറച്ചുകൂടെ അവരുടെ രാജ്യവുമായി ചേർന്ന് നിൽക്കുന്ന കുറച്ചെങ്കിലും ക്ലൈമറ്റ് അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രദേശത്ത് അവർ അവരുടേതായിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് ചെയ്തു വെച്ചു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണത്തിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു നഗരം ബാംഗ്ലൂരായി. ബാംഗ്ലൂരിനെ തലസ്ഥാനമാക്കുന്നു. അതിനുശേഷം ബാംഗ്ലൂരിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിലവിൽ വന്നു. നമുക്കറിയാം ഒരു പഠന കേന്ദ്രമായിരുന്നു ബാംഗ്ലൂർ എന്ന് പറയുന്നത്, ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബ്. ഈ എഡ്യൂക്കേഷണൽ ഹബ്ബ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് റിസോഴ്സ് പേഴ്സൺസ് ഉണ്ടായി. അതായത് ഈ പഠിച്ചിറങ്ങുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാങ്കേതിക പരിജ്ഞാനമുള്ളവരാണ്. അപ്പം അവിടുത്തെ ഗവൺമെൻറ്റിന് തോന്നി, കാര്യം ഇവരൊരു ലാൻഡ് ലോക്ക്ഡ് സിറ്റിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ ചുറ്റിനും കരഭൂമിയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് അടുത്തുള്ളൊരു കടൽ പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ 320 കിലോമീറ്റർ സഞ്ചരിക്കണം, അല്ലേ? മംഗലാപുരം പ്രദേശത്തേക്ക് എത്തണം, ദക്ഷിണ കന്നഡയിലേക്ക് എത്തണം. സോ അതുകൊണ്ട് തന്നെ അവിടെ ഈ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ളൊരു നഗരത്തെ സൃഷ്ടിച്ചെടുക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ കാലഘട്ടം 90കളുടെ അവസാനത്തിൽ അന്നത്തെ കർണാടകയുടെ മുഖ്യമന്ത്രിയായ SM കൃഷ്ണ അവർ ബാംഗ്ലൂരിനെ ബ്രാൻഡ് ചെയ്യുന്നു.
അതായത് IT കമ്പനികളുടെ IT സബ്മിറ്റ്സിലടക്കം അവിടെയുള്ള പത്രങ്ങളിൽ പരസ്യം ചെയ്യുകയാണ്, ഡു യു നോ വെയർ ദിസ് ബാംഗ്ലൂർ ഈസ് എന്ന് പറഞ്ഞിട്ട് അവർ പരസ്യം നൽകി ബംഗളൂരുവിലേക്ക് കമ്പനികളെ കൊണ്ടുവന്ന് അവിടെ റിസോഴ്സ് പേഴ്സൺസ് ഉണ്ടെന്നും അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂരിനെ ഒരു ടെക് ഹബ്ബാക്കി വളർത്തുന്നു. നമുക്കറിയാം അതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ടെക്നോളജി പാർക്ക് കേരളം തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥാപിച്ചു. പക്ഷേ നമ്മൾ ഈ ആദ്യം സ്ഥാപിക്കുന്നതോ ആദ്യം നിർമ്മിക്കുന്നതോ അല്ല പ്രധാനം, അതിനെ എങ്ങനെ വിഷനോടുകൂടി മുന്നിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അല്ലേ. കാര്യം കേരളത്തിൻ്റെ രീതി വളർച്ചയെ ഒരിടത്ത് സീൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഇപ്പോൾ വളരണ്ട, ഇത്രയും മതി എന്ന് പറയുന്നൊരു രീതിയിലേക്ക് സീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് കേരളത്തെ നയമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് IT ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഇനി നമുക്കതിനെ ഫ്ലറിഷ് ചെയ്ത് ഇങ്ങനൊരു ടാർഗറ്റിലേക്ക് എത്തിച്ച് ഇത്രയും വലിയൊരു നഗരമാക്കി മറ്റ് നഗരങ്ങളോട് കോമ്പറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല. കേരളത്തിലെല്ലാം ഇപ്പോൾ നമുക്ക് അടുത്തൊരു ഭരണം വരുമ്പോൾ അവർ പറയും നമുക്ക് അടുത്തൊരു IT പാർക്ക് നമുക്ക് കൊച്ചി ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അത് കോഴിക്കോട് ചെയ്യാം, ഇനി നമുക്ക് തൃശ്ശൂരും കൊല്ലത്തും പാലക്കാടും ആലപ്പുഴയിലും ഒക്കെ ചെയ്യാം, ഇങ്ങനെ പറഞ്ഞിട്ടേ അവർ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അതിൻ്റെ റൈറ്റ് ഫേസ് എന്താണെന്ന് കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലോട്ട് നോക്കണം. അതിനകത്തിടയ്ക്ക് ഞാൻ വരാം. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവരാണ് കൃത്യമായിട്ട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ ഉണ്ടായി, ബാംഗ്ലൂർ ഇത്രയും വലിയ നഗരമായി. ഞാൻ ബാംഗ്ലൂരിലേക്ക് ആദ്യം എത്തുന്നത് 2007-08 സമയത്താണ്, ഒരു കന്നഡ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അന്നത്തെ ബാംഗ്ലൂർ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് AC ബസ് കാണുന്നത് ബാംഗ്ലൂരിൽ ചെന്നിറങ്ങിയിട്ടാണ്. അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പോസ്ഡ് അല്ല. അവിടെ ചെന്നിറങ്ങി കാണുന്നതാണ് ഇതൊക്കെ. ആ സമയത്ത് അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് JNN URM ബസ്സുകൾ തിരുവനന്തപുരം കൊച്ചി നഗരങ്ങൾക്ക് വേണ്ടിയിട്ട് ബസ്സുകൾ വരുന്നത്. ആ ബസ്സുകളുടെ അവസ്ഥ എന്തായെന്ന് നമുക്കറിയാം. കേരളത്തിൻ്റെ മലയാളികളുടെ ഒരു പ്രധാന പ്രശ്നം അവിടെ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ള. അങ്ങനെ 2 നഗരങ്ങളിൽ മാത്രമായി ബസ് ഓടണ്ട, കേരളം മൊത്തം ഓടിയാൽ മതി. അങ്ങനെ ഷോർട്ട് ഡിസ്റ്റൻസിന് ഓടേണ്ട, നഗരങ്ങളിൽ മാത്രം ഓടേണ്ട ബസ്സിനെ കേരളം മൊത്തം എടുത്തിട്ട് ഓടിച്ച് അത് കട്ടപ്പുറത്തായി ഒരു സ്ഥലത്തായി നമുക്കറിയാം. 50 AC ബസ്സുകൾ, 120 നോൺ AC ബസ്സുകൾ കൊച്ചിക്കും, 30 AC ബസ്സുകൾ, 120 നോൺ AC ബസ്സുകൾ തിരുവനന്തപുരത്തിനും. അങ്ങനെ ആയിരുന്നു എൻ്റെ കണക്കെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും എൻ്റെ ഒരു പത്രമുണ്ട്. അതെന്തിനു വേണമെന്ന് വെച്ചാൽ നഗരത്തിലെ യാത്രാ സംവിധാനം വർദ്ധിപ്പിക്കാനും നഗരത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് ഈ ടെക്നോ പാർക്ക് പോലെ അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്താനും അന്ന് 2008 കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണത്. പക്ഷേ കേരളത്തിന് അത് പറ്റത്തില്ല. കേരളം ഞങ്ങൾ സവിശേഷ സാഹചര്യമുള്ള സ്ഥലമാണ്, എല്ലായിടത്തും ഓടിക്കണമെന്ന് പറഞ്ഞ് കണ്ട കുന്നുംപുറത്തും എല്ലാം ഓടിച്ച് ഈ ബസ് ഇല്ലാതായിപ്പോയി. അതിനുള്ള ബസ്സല്ല. ഈ നമുക്കറിയാം ലോ ഫ്ലോർ എന്ന് പറയുന്നത് പരന്ന നല്ല വീതിയുള്ള റോഡുകളുള്ള നഗരങ്ങളിൽ ഓടിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് വികസനത്തിൻ്റെ കാര്യത്തിലും കേരളത്തിൽ നിലനിൽക്കുന്നത്. അതൊരു ഉട്ടോപ്യൻ നയമാണ്. കാരണം സാമൂഹിക വികസനവും അർബനൈസേഷനും രണ്ടും രണ്ടാണ്. സാമൂഹിക വികസനവും സാമ്പത്തിക വികസനവും രണ്ടും രണ്ടാണ്. ഇത് കോറിലേറ്റഡ് ആണെങ്കിൽ പോലും രണ്ടിൻ്റെയും ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്. അപ്പം ഈ സ്റ്റേറ്റുകൾക്കെല്ലാം ഉണ്ടായിരുന്ന നയം അവരുടെ ഒരു നഗരത്തെ പ്രൊജക്റ്റ് ചെയ്ത് അവിടേക്ക് മാക്സിമം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം കേരളത്തെ പോലെ ഫലസമ്പുഷ്ടമായിട്ടുള്ള മണ്ണല്ല എല്ലായിടത്തെയും. നിങ്ങൾക്കറിയാം, നിങ്ങൾ തമിഴ്നാട്ടിൽ സഞ്ചരിച്ചാൽ ചില പ്രദേശങ്ങൾ വളരെ ഫെർട്ടൈലാണ്, ചില പ്രദേശങ്ങൾ ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത ചെമ്മണ്ണ് കിടക്കുന്ന സ്ഥലങ്ങളാണ്. കേരളം പോലെ പിന്നെ കുറച്ചുകൂടെ ഫെർട്ടൈലായിട്ടുള്ളൊരു പ്രദേശം എന്ന് വെച്ചാൽ അത് കർണാടകയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ കർണാടകയുടെ നയം ഡിഫറൻ്റ് ആയിരുന്നു. ഇപ്പോൾ അവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ തുറമുഖ നഗരം എന്ന് പറയുന്നത് മംഗലാപുരമാണ്, മാംഗ്ലൂർ. പക്ഷേ അവർ ആ തുറമുഖ നഗരം തുറമുഖം ഉണ്ടായതുകൊണ്ട് അതാണ് വളരുക, അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നതല്ല അവരുടെ നയം. അവരുടെ നയം അങ്ങനെയായിരുന്നു. അവർക്ക് ബാംഗ്ലൂരിനെ പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ബാംഗ്ലൂർ ഇത്രയും വലിയൊരു നഗരമായി മാറിയത്. അടുത്ത് നമ്മൾ ഹൈദരാബാദ്. ഇപ്പോൾ നിങ്ങൾ ഹൈദരാബാദിലേക്ക് നോക്കുക. 2001 ഹൈദരാബാദിലെ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഹൈടെക് സിറ്റി എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനെയാണ് ഇരുന്നിരുന്നത്. ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ഇപ്പോഴത്തെ CM, അന്നത്തെയും CM അറിയാമാണ് ഈ ഹൈദരാബാദ് അന്ന് യുണൈറ്റഡ് ആയിട്ടുള്ള ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ അന്ന് 2 പ്രധാന നഗരങ്ങളാണുള്ളത്. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ മുംബൈയും ചെന്നൈയും കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു തുറമുഖമാണ് വിശാഖപട്ടണം. അപ്പോൾ അങ്ങനെ വിശാഖപട്ടണം എന്ന് പറയുന്ന ഒരു തുറമുഖ നഗരമാണ് ഉള്ളപ്പോൾ തന്നെയും ഹൈദരാബാദിനെ ഒരു ടെക് സ്പേസായി വളർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കും വൈ? അതൊക്കെ ഹൈദരാബാദാണ് ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ, അത്രയേ ഉള്ളൂ ഉത്തരം. അത് സ്റ്റേറ്റിൻ്റെ നയമാണ്.
അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈടെക് സിറ്റി എന്ന് പറയുന്ന സ്ഥലം പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണ്. നിങ്ങൾ ഹൈദരാബാദിൽ പോയിട്ടുള്ളവർക്കറിയാം, ഞാനവിടെ പോയിട്ടുണ്ട്. പാറ പൊട്ടിച്ചിട്ടാണ് അവർ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, പാറ പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് അവർ ബിൽഡിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ ഉരുളൻ പാറകൾ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് പോകുമ്പോൾ കാണാം. കേരളത്തിൽ നടക്കുമോ? പാറ പൊട്ടിക്കുന്നതിനെതിരെ അതൊരു 5 വർഷം സമരം നടക്കും. പാറ തുറന്നു കഴിഞ്ഞാൽ പാറ കെട്ടിപ്പിടിക്കുക ആൾ വരും. ഇതൊന്നും നടക്കില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിൽ എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും വികസനം ഉണ്ടായിരിക്കുന്ന ചില നിശ്ചയദാർഢ്യത്തിലൂടെയാണ്, ചില പോളിസീസിലൂടെയാണ്. ഹൈദരാബാദ് എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള ബെഞ്ചാര ഹിൽസ്, ജൂബിലി ഹിൽസ് എന്ന് പറഞ്ഞ 2 ഹിൽസിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. തരിശു ഭൂമി പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തൊരു നഗരം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഹൈദരാബാദ് ഒരു ടിപ്പിക്കൽ ചെറിയ നഗരമായിരുന്നു. ഒരു ഹൈദരാബാദ് നൈസാം ഭരിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായും അവിടെ സൗകര്യങ്ങളുണ്ടായിരുന്നത് കൊണ്ടത് തലസ്ഥാനമായി. ആ തലസ്ഥാനമായ ശേഷവും അതൊരു ടിപ്പിക്കൽ നഗരമായി തുടർന്നു. പക്ഷേ ഈ ബാംഗ്ലൂരിൻ്റെ ടെക് റൈഡ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഹൈദരാബാദും അതിലേക്ക് വരുന്നു. കാര്യം ഈ ലാൻഡ് ലോക്ഡ് സിറ്റീസിന് വേറെ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും പറ്റിയത് ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരതിനെ ഹൈദരാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, അവിടത്തേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നു. 1999 ഹൈടെക് സിറ്റി നിലവിൽ വരുന്നത്. 2001 തുടങ്ങിയ ആ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഇന്ന് എത്തി നിൽക്കുന്നത് ഇതുപോലെ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ഒരു പ്രദേശത്തിലേക്കാണ്. 89 തുടങ്ങിയ ടെക്നോ പാർക്കുള്ള പ്രദേശം നമുക്ക് ഇപ്പോഴും ഇവരുടെ 2001 സമയവും 2002 സമയത്തേക്ക് എത്തിക്കാനേ പറ്റിയിട്ടുള്ളൂ. കാരണം നമ്മളിങ്ങനെയാണ് ഡെവലപ്മെൻറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇത് കമ്പയർ ചെയ്തൊരു നഗരത്തെ കളിയാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. കേരളത്തിൻ്റെ നയം ഇതാണ്, കേരളം ഇങ്ങനെയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പം തിരുവനന്തപുരത്തെ കണ്ടിട്ട് കളിയാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. കേരളം അഗ്രസീവ്ലി ഒരു സിറ്റിയെ സപ്പോർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആകെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു 2001 മുതൽ ഒരു 2010-11 വരെ കൊച്ചിക്ക് കിട്ടിയൊരു സപ്പോർട്ടാണ്. അത് മീഡിയയും ചില പത്രമാധ്യമങ്ങൾ, മീഡിയ, ചില സിനിമകളെല്ലാം കൂടി ചേർന്നിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ കൊടുക്കുക. കാര്യം നമുക്കറിയാം കേരളത്തിലെ 2 ഭരണങ്ങൾ പറഞ്ഞിട്ട് ഒരു ഭരണത്തിന് കൊച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് കിട്ടിയോണ്ട് അവർ ഇത്രയെങ്കിലും കുറച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അവിടെയുള്ള പല ആൾക്കാരും തിരുവനന്തപുരത്തെ കളിയാക്കുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടഗ് ഓഫ് വാർ ആകുക. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഈ ഈഗോ അല്ലെങ്കിൽ കോംപ്ലക്സ് വർക്ക് ചെയ്യുന്നതിൻ്റെയാണ്. ഇതിലേതാണ് വലുത്? നമുക്കറിയാം ഒരു സമയത്ത് സിനിമ നിലനിന്നിരുന്നത് തിരുവനന്തപുരത്താണ്. അത് കഴിഞ്ഞിട്ട് അത് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ നയം സ്വാഭാവികമായി ഒരു തുറമുഖ നഗരമായിട്ടുള്ള കൊച്ചിയുള്ളപ്പോൾ നമുക്ക് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വളരും. ഈ ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ ഡൽഹി NCRലോ ഒക്കെ ചെയ്തതുപോലെ ആ തലസ്ഥാന നഗരമായതുകൊണ്ട് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരു നയമില്ല കേരളത്തിന്. അപ്പോൾ അതിന് തിരുവനന്തപുരത്തെ കളിയാക്കിയിട്ട് കാര്യമില്ല. അവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു 20,000 കോടി രൂപ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോയി വേണമെങ്കിൽ ഇവിടെ മെട്രോ കൺസ്ട്രക്ട് ചെയ്യാം. അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം അത് ഗവൺമെൻറ് ചെയ്തേ പറ്റുള്ളൂ. ഗവൺമെൻറ് ചെയ്യും വരെ. കാര്യം കേരളത്തിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് നിലനിൽപ്പുണ്ട്. ഓരോരോ നിങ്ങളിപ്പം ഭരണ സംവിധാനത്തിലുള്ളൊരു 100 ഉദ്യോഗസ്ഥരെ എടുത്ത് അതിനകത്ത് കാണും 10 ഗ്രൂപ്പ്. ആ 10 പേർക്കും 10 സ്ഥലത്തോടായിരിക്കും താല്പര്യം. അവർക്ക് അവിടെ ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം. അപ്പോൾ അതിന് മുകളിൽ ഇവരെയെല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്വേച്ഛാധിപതി സ്വഭാവമുള്ള, അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു സ്വേച്ഛാധിപതി സ്വഭാവമുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് അവിടെ പോളിസി ഉണ്ടാവുകയുള്ളൂ. ആ പോളിസീസിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതല്ലാതെ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. അത് സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഏതാണ്, ഏത് സ്ഥലമാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, ഇതൊക്കെയുള്ളൊരു സ്റ്റേറ്റിൻ്റെ നയമാണ്. ഇപ്പോൾ നമുക്ക് അടുത്തൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം, അതായത് ഒരു തീരുമാനം, ഒരു നേതാവിൻ്റെ തീരുമാനം ഒരു സ്ഥലത്തിൻ്റെ ഭാവി എങ്ങനെ തീരുമാനിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആന്ധ്രാപ്രദേശ് വിഭജിച്ച ശേഷം തെലുങ്കാന, ആന്ധ്ര ഇപ്പോൾ 10 വർഷമായി, 2ആയി മാറി. തൽക്കാലം അതിൻ്റെ കോമൺ ക്യാപിറ്റലായി ഹൈദരാബാദ് നിലനിൽക്കട്ടെ, പിന്നീട് സ്വന്തമായി ഒരു തലസ്ഥാനം ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് അന്നത്തെ TDP ഗവൺമെൻറ്, ചന്ദ്രബാബു ഗവൺമെൻറ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയവാഡയ്ക്കും ഗുണ്ടൂരിനും ഇടയിൽ കിടക്കുന്ന കുറച്ച് കൃഷിയിടങ്ങളും ബാക്കി കുറച്ച് തരിച്ചു ഭൂമിയും ഒക്കെ ചേർന്ന് ഒരു 2000-ൽ താഴെ ആൾക്കാർ മാത്രം താമസിക്കുന്നൊരു പ്രദേശമാണ് ഈ അമരാവതി എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ
അന്നത്തെ 55,000 കോടി രൂപ മുടക്കിക്കൊണ്ടൊരു തലസ്ഥാന നഗരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിലേക്കാണ് അവരെത്തിയത്. ഇത് രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോഴത്തേക്ക് ഹൈദരാബാദ് തെലങ്കാനയ്ക്ക് പോയി, വിശാഖപട്ടണവും വിജയവാഡയും ആന്ധ്രാപ്രദേശിന് പോയി. അപ്പോൾ ആന്ധ്രാപ്രദേശിന് ഹൈദരാബാദിനെ പോലെ മറ്റൊരു നഗരത്തെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ നല്ല ഓപ്ഷൻ എന്താണ്? വിശാഖപട്ടണത്തിനെ അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു വലിയ നഗരമായി പെട്ടെന്ന് വളർത്തിയെടുക്കാം. ഒരു 10-15 വർഷം അവരൊന്ന് ഫോഴ്സ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചെന്നൈയും ബാംഗ്ലൂരും ഹൈദരാബാദുമായി കോമ്പറ്റ് ചെയ്യുന്ന മറ്റൊരു നഗരത്തെ ഉണ്ടാക്കിയെടുക്കാം. അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവരുടെ ആദ്യത്തെ ചിന്ത പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ സിറ്റി ഞങ്ങൾക്ക് വേണം. ഇതാണ് അവരുദ്ദേശിക്കുന്നത്. ഇത് ലോകത്ത് നിയതമായി നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനാദ്യം TDP ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നത് വിജയവാഡയ്ക്കും ഗുണ്ടൂരിൻ്റെ നടുക്കായി ഒരു തലസ്ഥാനം ഉണ്ടാക്കിയത് വിജയവാഡയിലേക്കും ഗുണ്ടൂരിലേക്കും വളരും. എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ ഈ ഭരണാധികാരികൾക്ക് ഈ ലാൻഡ് ലോക്ഡ് സിറ്റീസിനോടാണ് കുറച്ച് താല്പര്യമെന്ന് തോന്നി. ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന നഗരങ്ങളോട് എന്തോ ഇഷ്ടമില്ലാത്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിൽ അവരെത്തുന്നു. അമരാവതി നിർമ്മിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഒപ്പോസിഷൻ പാർട്ടി, അതായത് YSR കോൺഗ്രസ്, അവർ പറയുന്നു ഇതൊരു അഴിമതിയാണ്, അല്ലെങ്കിൽ ഇതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നു? ജഗ്മോഹൻ മുഖ്യമന്ത്രിയായി വരുന്നു. അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ഈ അമരാവതിയെ റിവേഴ്സ് ചെയ്യുകയാണ്, പകരം വിശാഖപട്ടണമാണ് ഇനി ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറഞ്ഞിട്ട് വിശാഖപട്ടണത്തിന് വേണ്ടിയിട്ട് അവർ ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടാക്കുന്നു, ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് തുടങ്ങുന്നു. പക്ഷേ അവർക്കതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവരുടെ ഭരണസമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റി? അമരാവതിയിൽ കുറേ ബിൽഡിങ്ങും റോഡും ഒക്കെ ആയിക്കഴിഞ്ഞു, അവിടെയുള്ളവരുടെ സ്ഥലവും പോയി, അവരൊരു വഴിയായി. അപ്പോൾ ഇവർ പ്രഷറിലായി. അപ്പോൾ അവരെന്ത് ചെയ്തു? 3 തലസ്ഥാനം എന്ന് പറയുന്നൊരു സ്കീം കൊണ്ടുവന്നു. എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ വിശാഖപട്ടണത്ത്, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അമരാവതിയിൽ, ജുഡീഷ്യൽ ക്യാപിറ്റൽ നമ്മുടെ കുർണൂളിൽ, ഇങ്ങനെ ഒരെണ്ണം കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും അവരത് ക്യാൻസൽ ചെയ്തു. കാരണം അങ്ങനെ 3 തലസ്ഥാനം ശരിയാവില്ല, അത് പ്രാക്ടിക്കലല്ല എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും വിശാഖപട്ടണം തന്നെ മതി. എന്നിട്ട് ലെജിസ്ലേറ്റീവ് കോംപ്ലക്സ് നമുക്ക് അമരാവതിയിൽ ചെയ്യാം, പക്ഷേ വിശാഖപട്ടണത്തും സെക്രട്ടേറിയറ്റും കോംപ്ലക്സും ഉണ്ടാവും. പക്ഷെ ഒന്നും മുന്നോട്ട് പോയില്ല. അപ്പോൾ വിശാഖപട്ടണമാണോ അമരാവതിയാണോ തലസ്ഥാനം എന്നുള്ളത് വീണ്ടും തുലാസിലായി. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഭരണം മാറി TDP തിരിച്ചു വന്നു. TDP വന്നിട്ട് പറയുന്നില്ല, അമരാവതി തന്നെയാണ് തലസ്ഥാനം, ഒറ്റ തലസ്ഥാനമേ ഉള്ളൂ, അത് അമരാവതിയാണ്. അതിൻ്റെ പണി പുനരാരംഭിക്കാൻ വേണ്ടി 75,000 കോടി രൂപയുടെ പ്രോജക്റ്റ് അവർ റീവാമ്പ് ചെയ്യുന്നു. അവരുടെ ഭാഗ്യമാണെന്ന് തോന്നുന്നു, സെൻട്രലിൽ അവരുടെ സപ്പോർട്ടോട് കൂടിയ NDA ഭരണത്തിൽ വരുന്നു. സാധാരണഗതിയിൽ ഇത്തവണ മുന്നണിക്ക് സീറ്റ് ഉണ്ടായതുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ നടക്കുന്നു. വീണ്ടും അമരാവതിയുടെ പണി തുടങ്ങുന്നു. അപ്പോൾ വിശാഖപട്ടണം റീജിയണിന് സ്വാഭാവികമായിട്ട് ഒരു സെറ്റ് ബാക്ക് വരും. അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നില്ല, നിങ്ങളായിരിക്കും ഇവിടുത്തെ ബിസിനസ് കേന്ദ്രം, സംസ്ഥാനത്തിൻ്റെ ബിസിനസ് കേന്ദ്രം നിങ്ങളായിരിക്കും, പക്ഷേ അമരാവതി ആയിരിക്കും ക്യാപിറ്റൽ എന്ന്. ഇങ്ങനെ ഒരു നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെയോ നയത്തിലുള്ള ഡിഫറൻസ് ഒരു സ്ഥലത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കും. ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക TDP തിരിച്ചു വന്നില്ല, പകരം YSR കോൺഗ്രസ് തന്നെയാണ് വീണ്ടും അധികാരത്തിൽ തുടർന്നിരുന്നുണ്ടെങ്കിൽ അവർ ആ വിശാഖപട്ടണം പ്രോജക്റ്റ് മുന്നിലോട്ട് കൊണ്ടുപോയതിനെ, വിശാഖപട്ടണം തലസ്ഥാനമായതിനെ, അമരാവതി ഒരു റിവേഴ്സ് ചെയ്തേനെ. അപ്പോൾ എന്ത് ചെയ്യും? ചരിത്രം മാറി. ഇപ്പോൾ ഭരണം മാറിയതുകൊണ്ട് വിശാഖപട്ടണത്തെ കയ്യിൽ നിന്ന് അത് വീണ്ടും പോയി. ഈ പുരുവാൽ കല്യാണത്തിനകത്ത് ജഗദീഷ് ചേട്ടൻ കൊണ്ടുവന്നിട്ട് മോതിരം ഇട്ട് കൊടുക്കുന്നു, തിരിച്ചെടുക്കുന്നു എന്ന് പറയുന്ന പോലാണ് വിശാഖപട്ടണത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയാണ് നഗരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു നയവും ഒരാളുടെ തീരുമാനവുമാണ്, അല്ലാതെ അതിനകത്ത് വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ NCR, ഡൽഹി NCR, ഇന്ത്യ ഫോമായ സമയത്ത് ഡൽഹി തലസ്ഥാനമാകുന്നു. നേരത്തെ പറഞ്ഞ അതേ റീസൺ കൊണ്ട് തന്നെയാണ് ഡൽഹി തലസ്ഥാനമാകുന്നത്. ഡൽഹി എവിടെ? നമ്മുടെ ജോഗ്രഫിക്കലി കിടക്കുന്ന ഇന്ത്യയുടെ അങ്ങ് അറ്റത്താണ്. നമുക്കറിയാം, തിരുവനന്തപുരം തൊട്ട് ഡൽഹി വരെയുള്ള നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റാണ്. വളരെ ദൂരം സഞ്ചരിക്കുന്നൊരു ഫ്ലൈറ്റാണ്. പക്ഷേ ഈ ഭരണ സംവിധാനങ്ങളുടെ പര്യാപ്തതയാണ് തലസ്ഥാനങ്ങൾ ഫിക്സ് ചെയ്യപ്പെട്ടത്. പക്ഷെ 90-കൾ വരെയും നമുക്കറിയാം ഇന്ത്യയുടെ ഫേസ് മാക്സിമം സിറ്റി എന്ന് പറയുന്നത് മുംബൈയാണ്. മുംബൈ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ കോസ്റ്റൽ റീജിയണിൽ അറ്റത്ത് കിടക്കുന്നൊരു നഗരമാണ്.
ഈ മുംബൈയെ കവച്ച് വെക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ ഒരു 60% സ്ഥിതി ചെയ്യുന്ന ഡൽഹി NCR ഉണ്ടായി വരുന്നത്. ഡൽഹി അവിടെ ഉണ്ട്, ന്യൂ ഡൽഹി എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ അവിടെ ഉണ്ട്. പക്ഷേ ഈ ഡൽഹി NCR, ഗുഡ്ഗാവ്, ഗ്രേറ്റർ നോയിഡ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ ചേർന്ന് ഇത്രയും വലിയൊരു ഡൽഹി എങ്ങനെ ഉണ്ടായി വരുന്നു? നയമാണ്. ഡൽഹിയെ നമുക്ക് അങ്ങനെ കൺവെർട്ട് ചെയ്യണം എന്നുള്ള സർക്കാർ നയമാണ്. നമുക്കറിയാം ഡൽഹി ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള, വീണ്ടും ഒരു ഹെവിലി ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ചുറ്റും പ്രദേശങ്ങളിൽ നിന്നും ഒരു കടൽ അല്ലെങ്കിൽ ഒരു പോർട്ടിലേക്ക് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. അപ്പോൾ ആ ഡൽഹി എങ്ങനെ ഇങ്ങനെയൊരു നഗരമായി, ഇങ്ങനെ ഡൽഹി NCR ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരസമൂഹങ്ങളിലൊന്നായി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരസമൂഹം ഡൽഹി NCR ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല സർവീസസുകൾ, നിങ്ങൾക്ക് വരുന്ന കോളുകൾ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതെല്ലാം ഡൽഹിയാണ്, ഡൽഹി NCR ആണ്. എങ്ങനെയാണത് ഇങ്ങനെ ആയത്? നയം. സ്വാഭാവികമായി അങ്ങനെ ആവാനുള്ള എന്തെങ്കിലും അതിനുണ്ടോ? ഇല്ല. അത് തലസ്ഥാനമാണ്. തലസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നാൽ മതി? പാർലമെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഓഫീസസ്, അതുപോലെ സുപ്രീം കോർട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ മതിയല്ലോ. അതല്ലാതെ വേറൊന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതെങ്ങനെ ഇങ്ങനെയായി? അത് നയമാണ്. അത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയമാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്ന നയമാണത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി നിലനിൽക്കുന്ന നഗരം ഡൽഹി NCR ആണ്, അല്ലേ? മെട്രോ നെറ്റ്വർക്ക് 536 കിലോമീറ്ററിൻ്റെ മെട്രോ നെറ്റ്വർക്കും RRTSും എല്ലാം ചേർന്ന് അതിഭയങ്കരമായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് നിലനിൽക്കുന്ന സ്ഥലമാണ്. ആരാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീലാ ദീക്ഷിത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇരുന്ന സമയത്താണ് ഈ ഡൽഹി മെട്രോയുടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോരുത്തർ മാറി ഭരിച്ചാലും ഗവൺമെൻറ് നയം മാറുന്നില്ല. ആ നയം സെയിമാണ്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിൽ UPA ഭരിച്ചാലും NDA ഭരിച്ചാലും അവരുടെ നയം മാറുന്നില്ല, നയം സെയിമാണ്. ഡൽഹി NCRനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതൊരു നയമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെവലപ്പാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യ ഉണ്ടായ സമയത്ത് ഡൽഹി അല്ല, മധ്യപ്രദേശിലെ ഏതെങ്കിലും ഒരു പ്രദേശമാണ് തലസ്ഥാനമായെന്ന് വിചാരിച്ചു. ഇന്ന് അതായിരുന്നതിനെ ഈ ഡൽഹി NCRനെ റീപ്ലേസ് ചെയ്തൊരു സ്ഥലം ഡൽഹി എന്തായി കിടന്നതിന് ഒരു നമ്മൾ ഈ ആഗ്ര എന്നൊക്കെ പറഞ്ഞ്, ഇപ്പോൾ ആഗ്ര ഡൽഹി NCRൻ്റെ ഭാഗമാണ്. അത് സ്റ്റാൻഡ് അലോൺ ആയിരുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസായി നിലനിന്നതിന് ഈ അന്ന് ഫിക്സ് ചെയ്യപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു ഒരു ബി എന്ന് പറയുന്നൊരു സ്ഥലം അതായിരുന്നേനെ. സോ ഒരു ഡിസിഷൻ, പിന്നുണ്ടാകുന്ന നയം, ഇതൊക്കെയാണ് നഗരങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ട്രിവാൻഡ്രത്തിൻ്റെ കാര്യം പറഞ്ഞു, തിരുവനന്തപുരത്തിൻ്റെ കാര്യവും ഇത് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ പറയാറുണ്ട്, നമ്മൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ക്ലാഷൊക്കെ വരുമ്പോൾ പറയുന്നതാണ്, ഇത്രയും ഡെവലപ്പ് ചെയ്ത സ്ഥലത്തിന് വീണ്ടും വീണ്ടും ഫണ്ട് തരണോ എന്ന് അവരെവിടെ നിന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവരെവിടെ നിന്ന് തിരിച്ചു പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഇത് തന്നെ സംഭവിച്ചത്. കേരളം ഓൾട്ടുഗദർ ഉണ്ടായ സമയത്ത് കേരളത്തിൻ്റെ ഭയങ്കരമായി ദാരിദ്ര്യം ബാധിച്ച, കേരളത്തിന് ഒട്ടും ഡെവലപ്ഡ് ആയിട്ടില്ലാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ വികസിപ്പിക്കാനുള്ള പണമൊന്നും കേരളത്തിൻ്റെ കയ്യിൽ സ്വരൂപിച്ചില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുവേ നമ്മുടെ സമൂഹം ഒരു റെമിറ്റൻസ് മണി ബേസ്ഡ് എക്കോണമിയിൽ ജീവിച്ച സമൂഹമായതുകൊണ്ട് തന്നെ ആ വന്ന പണത്തിൻ്റെ ഓരോരോ ഹബ്ബുകൾ ബേസ് ചെയ്തിട്ട് ആ പ്രദേശങ്ങൾ വളർന്ന് വന്നു. ഗവൺമെൻറ് അത്തരം ആ സമൂഹങ്ങളെ കൂടുതൽ അപ്ലിഫ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തൊരു നഗരത്തെ ഡെവലപ്പ് ചെയ്ത് അതിനെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കാനൊന്നും ഗവൺമെൻറ് ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രവുമല്ല, കേരളത്തിൽ കുറച്ചൊക്കെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സിസ്റ്റത്തിനെ എതിർക്കുന്ന ഒരുപാട് പേര് ഭരണത്തിലും അടക്കമുണ്ട്. പക്ഷേ ഇതെങ്ങനെ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ നയം ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തിൻ്റെ നയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായി വികസനം സംഭവിക്കാനുള്ളൊരു കോമ്പണൻ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിനെ അവർ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ അതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം വന്നു കഴിയുമ്പോൾ തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി അങ്ങോട്ട് കൊല്ലം, പത്തനംതിട്ട റീജിയണിലുള്ള പ്രദേശങ്ങൾ മാത്രമല്ല, തമിഴ്നാടിൻ്റെ നാഗർകോവിൽ, തെങ്കാശി അടക്കമുള്ള പ്രദേശങ്ങൾ ഓരോരോ കാലഘട്ടത്തിൽ, അതായത് ഇത് നാളൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇതൊരു വലിയ നഗരപ്രദേശമായി വളർന്നു വരും എന്ന് പറയാനുള്ള കാരണം ആ നയത്തിൽ വരാൻ പോകുന്ന ഒരു ചേഞ്ചാണ്. ഇപ്പോൾ ഒരു തുറമുഖാധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ വരുമ്പോൾ അവരെപ്പോഴും ആദ്യം വരുന്ന വ്യവസായങ്ങൾ തുറമുഖത്തിന് കിട്ടാവുന്ന അത്രയും അടുത്തുള്ള പ്രദേശങ്ങളായിരിക്കും നോക്കുന്നത്. അത് നോക്കി അത് ചെയ്താണ് അകത്തോട്ട് വളരുക. ഇപ്പോൾ നമുക്കറിയാം, ബാംഗ്ലൂർ നഗരം വളർന്ന് ഹൊസൂർ വരെ എത്തി. ഹൊസൂർ ശരിക്കും തമിഴ്നാട്ടിലാണ്.
അപ്പം ഈ സ്പ്രെഡ് ചെയ്ത് വളരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല നഗരങ്ങളും 3-4 ഡിസ്ട്രിക്റ്റുകളിലേക്കാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ അത് വളർന്ന് എത്തുന്നതാണ്. പക്ഷേ അതിലൊരു അഗ്രസീവ്നെസ് സ്റ്റേറ്റിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ഇതുവരെയുള്ള ചരിത്രത്തിലില്ല. ഇനി അങ്ങോട്ട് അത് ഉണ്ടായിക്കൂടാകുകയില്ല എന്നുള്ളതാണ് സംഭവം. കാരണം എസ്പെഷ്യലി ഞാനിപ്പം ട്രിവാൻഡ്രത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് 40 കിലോമീറ്റർ 40 മിനിറ്റ് 50 മിനിറ്റ് ഡ്രൈവിൽ തമിഴ്നാട് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം തമിഴ്നാട് അഗ്രസീവാണ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിൽ, കേരളത്തെ പോലെയല്ല. പക്ഷേ കേരളം ഇപ്പോൾ അഗ്രസീവ് ആവാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായ ഒരു മാഗ്നറ്റ് പോലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കറക്റ്റായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടൊരു ഡെവലപ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തലസ്ഥാന പദവി ഉണ്ടായതുകൊണ്ട് തിരുവനന്തപുരത്തിനെ ഡെവലപ്പ് ചെയ്യണമെന്നില്ല എന്ന് പറയുന്ന നയം കേരളത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരുവനന്തപുരം അഗ്രസീവ്ലി മറ്റ് സ്റ്റേറ്റ് ക്യാപിറ്റൽസിനെ പോലെ വളരാത്തത്. അതല്ലാതെ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. കാരണം ഇതെല്ലാം ചെയ്യേണ്ടത് ഭരണകൂടമാണ്. ഭരണകൂടത്തിൻ്റെ നയങ്ങളാണ് ഇതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകൃതമായിട്ട് നിങ്ങൾക്കറിയാം OAGC എന്ന് പറയുന്ന പ്രോജക്റ്റുണ്ട്, ട്രയാങ്കിൾ, ട്രിവാൻഡ്രം, കൊല്ലം, പുനലൂർ, കൊട്ടാരക്കര, അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. തമിഴ്നാട് പല പ്രോജക്റ്റുകളും പ്ലാൻ ചെയ്താണ്. അങ്ങനെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ ബൂമിലേക്ക് അടുത്തൊരു 25-30 ഇയേഴ്സിനകത്തിൽ വിസിബിളായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതാ തുറന്നിട്ട് മറ്റേ സ്വിച്ച് ഇട്ടതുപോലെ മാറുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഇതാണ് റീസൺ. എല്ലാ കാര്യത്തിലും ഒരു ഡിലേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ പറഞ്ഞതുപോലെ പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് സമൂഹത്തിൽ, കാരണം നമുക്കറിയാം കേരളം എന്നൊരൊറ്റ സംസ്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് പല ആൾക്കാരും ഇപ്പോഴും തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഈ പറഞ്ഞ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോ വന്നുകൊണ്ട് ഇതെല്ലാം മാറും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഏകദേശം 97 വർഷങ്ങളായി തുറമുഖങ്ങൾ, ഒരു ആധുനിക തുറമുഖമുള്ള നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത്. ഇപ്പോൾ കൊച്ചിയെ ഒരു നഗരമായി പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് കേരളം വളർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇല്ലയെന്ന് ഞാൻ പറയും. സ്വാഭാവികമായി വളർന്ന വളർച്ചയും അവിടെ നിന്നിട്ട് വരേണ്ട കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതും ഈ പറഞ്ഞ ഇപ്പോൾ മെട്രോ ഉണ്ടാക്കുക, അത് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി മെട്രോ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. അതിൽ നിന്ന് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ രീതി. അതുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല. അതൊരു സ്ഥലത്തിൻ്റെ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിനെ ബൂം ചെയ്യാൻ ആൾക്കാരെ വളരെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന. നമ്മളൊരു വീട്ടിലൊരു കാറ് വാങ്ങുന്നത് ലാഭവും നഷ്ടവും നോക്കിയിട്ടല്ല, നമ്മുടെ സൗകര്യത്തിന്. അതുപോലെ ഒരു സ്റ്റേറ്റ് ഒരു നഗരത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. ഇതുപോലെ ഇപ്പോൾ ട്രിവാൻഡ്രം മെട്രോയുടെ കാര്യത്തിലും ഇതുപോലെ ഇങ്ങനെ കണക്കൂട്ടലൊക്കെ കൂട്ടിയിരിക്കുകയാണ്. വേഗത അത് പെട്ടെന്ന് ചെയ്യണം എന്ന് പറയുന്നൊരു സാധനം. ഒരു പ്രശ്നമുള്ളത് പണത്തിൻ്റെ ദൗർലഭ്യമുണ്ട്. പ്രയോറിറ്റി പ്രോജക്റ്റുകൾ വേറെ കൊടുക്കണം. കാര്യം ഇപ്പോൾ ഈ വിഴിഞ്ഞമടക്കമുള്ള അതിൻ്റെ ചുറ്റിനും വരുന്ന പ്രോജക്റ്റുകൾക്ക് പണം കൊടുക്കേണ്ടതുകൊണ്ട്, കേരളത്തിലെ പല റോഡ് പ്രോജക്റ്റുകൾക്ക് പണം കൊടുക്കേണ്ടതുകൊണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള നയം മാറാതെ നമുക്ക് കേരളത്തിൽ വലിയ നഗരങ്ങളൊന്നും സൃഷ്ടിക്കപ്പെടാൻ പോകുന്നില്ല. പിന്നെ കേരളം മൊത്തം ഒരൊറ്റ നഗരമാണെന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് പുതിയതായിട്ടുണ്ടായി വന്നിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല അതിനെ പറയേണ്ടത്. അതിനെ പറ്റിയിട്ടായിരിക്കും എൻ്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. കേരളം മൊത്തം ഒരു നഗരം, അങ്ങനെയല്ല. കേരളം വികസിത നഗരങ്ങളുടെയും വികസിത പട്ടണങ്ങളുടെയും വികസിത ഗ്രാമങ്ങളുടെയും ഒരു ചെയിൻ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ സ്ഥലവും ഒരുപോലെ നഗരങ്ങൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ജീവിതം ഭയങ്കര ദുസ്സഹമാവും. അത് പ്രാക്ടിക്കലുമല്ല. അപ്പോൾ ഈ നഗരങ്ങൾ തമ്മിൽ അടികൂടുന്ന സമയത്ത് ചിന്തിക്കേണ്ടത് ഇതെല്ലാം നയങ്ങളാണ്. നയം മാറുമ്പോൾ കാര്യങ്ങൾ മാറും. ഒരു ഭരണാധികാരി മാറി വന്നാൽ കാര്യം മാറും. തോട്ട് പ്രോസസ്സ് മാറിയാൽ കാര്യം മാറും. പക്ഷേ ലോകത്ത് നിയതമായി നിലനിൽക്കുന്നൊരു രീതി, ഇപ്പോൾ നിങ്ങൾ മഹാരാഷ്ട്രയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുംബൈ, അത് കഴിഞ്ഞപ്പോൾ പൂനെ വന്നു. ഇന്ന് പൂനെയും ഒരു മെട്രോപൊളിറ്റനാണ്. നാഗ്പൂർ ഗ്രോ ചെയ്യുകയാണ്. അപ്പം ഒരു നഗരത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതിനെ വളർത്തുന്നു, അത് കഴിഞ്ഞ് അടുത്ത നഗരത്തിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് അടുത്ത നഗരത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സത്യത്തിൽ ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓരോ സംസ്ഥാനങ്ങളുടെ നയങ്ങൾ, ആ നയങ്ങൾക്കനുസരിച്ചിട്ട് അവർ നഗരങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ടാണ് ചില നഗരങ്ങൾ അത്ര ഭീകരമായി വികസിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു നഗരത്തെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ഉള്ളവർ നിസ്സഹായരാണ്. അവരെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനും പറ്റും, അല്ലേ? ഇപ്പോൾ പറഞ്ഞ പോലെ
തിരുവനന്തപുരത്തിനെ ആ സമയത്ത് കളിയാക്കി കഴിഞ്ഞാൽ എനിക്ക് പ്രതികരിക്കാനേ പറ്റൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഞാൻ വല്ല ഭരണാധികാരിയായിരിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ പ്രതികരിക്കാനുള്ളൊരു അവസ്ഥ മാത്രമേ ഉള്ളൂ, അതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കഴിയുന്നത്ര ഈ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇതുള്ള നയങ്ങളാണ്. കിട്ടിയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക, മറ്റൊരിടത്തത് കിട്ടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നയം മാറി എന്ന് മനസ്സിലാക്കുക. ആ നയം, കേരളത്തിലെ നയം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ പോകുന്നത്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കോൺസെൻട്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സംഭവിക്കും. അത് ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. അത് പക്ഷേ നിയതമായിരിക്കണം എന്നേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 90കളിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നൊരു കാര്യം 2000 ആകുമ്പോൾ അത് കട്ട് ഓഫ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് എത്തിപ്പെട്ട ആൾക്കാർ ബുദ്ധിമുട്ടിപ്പോവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അയാൾ അവിടെ വീടൊക്കെ വാങ്ങി പയ്യെ ഒന്ന് സെറ്റിലായി വന്നപ്പോഴത്തേക്ക് പറയാം ഇനി ഇവിടെ ഒന്നുമില്ല, വേറൊരു സ്ഥലത്ത് പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ മൊത്തത്തിൽ തകർന്നു പോയി. അപ്പോൾ അതേസമയം ഇപ്പോൾ ബാംഗ്ലൂരോ ചെന്നൈയിലൊക്കെ ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ച് ചെല്ലുന്ന ആദ്യ ദിവസം മുതൽ അയാൾ സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങും. അയാൾക്ക് എനോമസ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസാണ് ചുറ്റിനും, എല്ലാം ഉണ്ട്. അയാൾക്ക് ഏതിനകത്തൊക്കെ വേണമെങ്കിലും തിരിയാം, എല്ലാം അവിടെ തന്നെ കാണും. അപ്പം നമ്മളൊരു മാള് പോലാണ്, മാൾ കൺസ്ട്രക്ട് ചെയ്യുന്ന എന്തിനാണ്, എല്ലാം ഒരിടത്ത് കിട്ടാനാണ്. അതുപോലെയാണ് ഈ സംഭവം. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ഈ കേരളം ഒരൊറ്റ നഗരമാണ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ന് നല്ല ലെങ്ത് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, നഗരങ്ങൾ സൃഷ്ടിക്കുന്ന നയങ്ങളാണ്. അതിൽ ആരെയും ബ്ലെയിം ചെയ്തിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. നന്ദി, നമസ്കാരം.